ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച ഓരോ ദൈവമക്കളുടെയും അകത്ത് തിരുവചനം തരുന്ന ഏറ്റവും വലിയൊരു ആത്മീക സന്ദേശമാണ് ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുക. ധൈര്യം ചോർന്നു പോയാൽ ഒരു മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ധൈര്യഹീനനായി തീർന്നാൽ നീ പരാജയപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം നിന്റെ ധൈര്യം ചോർത്തിക്കളയാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലും ദൈവശക്തിയും ഒരു ദൈവ പൈതലിന് ധൈര്യം തരുന്നതാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. ധൈര്യം ചോർന്നുപോയ ഒരു കൂട്ടത്തിന് ദൈവത്തിൽ നിന്ന് കേട്ട സന്ദേശവും ദൂതും പ്രാപിച്ച പൗലോസ് ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണ്. 25-ാം വാക്യം: ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്, ധൈര്യപ്പെടുവീൻ, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഇതൊരു കപ്പൽ യാത്രയാണ്. ഈ യാത്രയിൽ കപ്പൽ മുമ്പോട്ട് പോകുവാൻ പല പല തടസ്സങ്ങൾ നേരിടുകയാണ്. ആദ്യം ഒരു കാറ്റടിക്കുന്നു, പിന്നെ ഈശാന മൂലിൽ നിന്ന് കൊടുങ്കാറ്റടിക്കുന്നു, കപ്പൽ ആടി ഉലയുന്നു. കപ്പലിലുള്ള എല്ലാ മനുഷ്യരും 14 ദിവസമായി സൂര്യചന്ദ്രന്മാരെ കാണാൻ കഴിയാതെ ഇനിയും ജീവിതം മുന്നോട്ടു പോകത്തില്ല, ഞങ്ങൾ മരിക്കും, ഈ കടലുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തീരുമെന്ന് അവരവരുടെ ജീവിതത്തിന് വിധി എഴുതിക്കൊണ്ടിരിക്കുന്ന അതേ കപ്പലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പൗലോസിന്റെ അടുക്കൽ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയക്കുകയാണ്. എന്നിട്ട് പൗലോസിനോട് വെളിപ്പെടുത്തുകയാണ്, പൗലോസെ, ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, സ്തോത്രം, നിങ്ങളുടെ ആരുടെയും പ്രാണനും ഒരു കേടും വരത്തില്ല എന്നുള്ള ദൈവത്തിന്റെ ഇടപെടൽ. ധൈര്യഹീനരായി തീർന്നൊരു വലിയ കൂട്ടത്തിന് നടുവിൽ ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ ഇടപെടലും പൗലോസിനെ ധൈര്യമുള്ളവനാക്കി മാറ്റി. ധൈര്യപ്പെടുവീൻ, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എന്താണ് ഇന്നത്തെ സന്ദേശം? സാഹചര്യത്തിന്റെ സമ്മർദ്ദം നിന്റെ ധൈര്യം ചോർത്തിക്കളയുന്നതാണെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ആലോചന. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹിത, നിന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവം നിന്റെ ചാരെ നിൽക്കുക. നമുക്കും പറയാം, ദൈവം പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. കണ്ണുകളെ അടച്ചാട്ട്, ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ധൈര്യം ചോർന്നു പോയവരെ ദൈവം ധൈര്യപ്പെടുത്തണം, അവരിൽ ഉറപ്പും ധൈര്യവും പകരണമേ എന്ന് പ്രാർത്ഥിക്കും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവ ശബ്ദത്തിന് മുമ്പിലും ദൈവത്തിന്റെ ഇടപെടലിന് മുമ്പിലും ധൈര്യപ്പെടുക. ഗോഡ് ബ്ലെസ് യു.